everyone. യെസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാം ആയിരുന്നു LSS എന്ന് പറയുന്നത്. എക്സാം ഇനി ഇല്ല, LSS എക്സാം ഇനി ഇല്ല. പകരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കോളർഷിപ്പ് എക്സാം അല്ലെ, നമ്മുടെ LSSന്റെ പേര് നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ LSS എക്സാമിന്റെ പേര് എന്ന് പറയുന്നത് CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം ആണ്. ഓക്കെ, അപ്പൊ ഇനി LSS എക്സാം നിങ്ങൾ പറയരുത്, പുതിയ പേരൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ പേര് വേണം. എക്സാം അല്ല, ആള് പഴയ തന്നെയാണ്, പക്ഷെ പേര് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്തു. പക്ഷേ ആള് പഴയതായി കഴിഞ്ഞാലും കുറെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ എക്സാം പാറ്റേണിൽ വലിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞത് കൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ LSS എക്സാം അല്ല, CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിലുള്ള മാറ്റങ്ങൾ എന്റെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ ഡേറ്റ് അങ്ങോട്ട് തുടങ്ങാം അല്ലെ. അപ്പൊ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരിക്കും, February 26 നമ്മുടെ എക്സാം നടക്കുന്നത്. അത് ടോട്ടൽ 4 മണിക്കൂറിന്റെ എക്സാം ആണ്. പക്ഷെ 4 മണിക്കൂർ ഒരുമിച്ച് നിങ്ങൾ ഇരുന്ന് എക്സാം എഴുതണ്ട. ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ പേപ്പർ 1, പേപ്പർ 2 എന്ന് പറഞ്ഞ 2 പേപ്പേഴ്സ് ഉണ്ടാവും. അതിൽ ആദ്യത്തെ പേപ്പർ നടക്കുന്നത് 10 മണി മുതൽ 12 മണി വരെ 2 മണിക്കൂർ. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ലഞ്ച് ബ്രേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പേപ്പർ തുടങ്ങുന്നത് 1:30 മുതൽ 3:30 വരെ, വീണ്ടും 2 മണിക്കൂർ. അപ്പോൾ ടോട്ടൽ 4 മണിക്കൂർ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ 2 ഭാഗങ്ങളായിട്ടായിരിക്കും നടക്കുക, 2 പേപ്പേഴ്സ് ആയിട്ട്. അപ്പൊ February 26 എക്സാം. അപ്പൊ കുറേ അധികം ദിവസം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ദിവസങ്ങളൊന്നും ഇല്ല, കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലെ. ഫെബ്രുവരി വേഗം ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ന്യൂ ഇയർ തുടങ്ങിയിട്ടുള്ളൂ, ഇന്നിപ്പോ 8 അല്ലെ. പെട്ടെന്നാണ് ദിവസങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ അടിപൊളിയായിട്ട് മക്കളെല്ലാവരും പഠിക്കാം. ഇനി വന്നിട്ടുള്ള വേറൊരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ യൂസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതായത് January 31 വരെ, അതായത് നമ്മുടെ സ്കീം ഓഫ് വർക്ക് നോക്കിക്കഴിഞ്ഞാൽ ജനുവരി മാസം ഈ ഒരു എത്ര ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കണം എന്നുള്ള കാര്യം സ്കീം ഓഫ് വർക്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കാണും. അപ്പൊ അത്രയും ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ മതി. സ്കീം ഓഫ് വർക്ക് അനുസരിച്ചാണ് നമ്മൾ ക്ലാസ് കാര്യങ്ങൾ എടുക്കുക. അപ്പൊ നിങ്ങൾ ടീച്ചേഴ്സ് ആയിരിക്കും അത് മെയിൻ ആയിട്ട് നോക്കുക. അപ്പൊ ഇത്ര മാസത്തിനുള്ളിൽ ഇത്ര ചാപ്റ്റർ എടുക്കണം, അങ്ങനെയൊക്കെയാണ്. അതാണ് സ്കീം ഓഫ് വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇനി അത് നോക്കണമെങ്കിൽ ഗൂഗിളിൽ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. LP സ്കീം ഓഫ് വർക്ക് അല്ലെങ്കിൽ ക്ലാസ് 4 സ്കീം ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഫെബ്രുവരിയിലുള്ള ചാപ്റ്റർ നിങ്ങൾ പഠിക്കണ്ട, മാർച്ചിലുള്ളതും പഠിക്കണ്ട. നല്ല മാറ്റങ്ങൾ. അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി വരില്ല. January 31 വരെ എത്രത്തോളം നിങ്ങൾ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത ഇതിൽ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്. അതായത് മെയിൻ ആയിട്ട് പൊതുവിജ്ഞാനം ഉണ്ടല്ലേ, ജനറൽ നോളജ്. ആ GKയിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കേരളം, അതിന്റെ അടിസ്ഥാന വസ്തുതകൾ, അതായത് കേരളത്തിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നില്ലേ, അതിനെക്കുറിച്ച് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ പക്ഷികൾ, അത് നിങ്ങൾ EVSൽ പഠിച്ച കാര്യമായിരിക്കും അല്ലെ. ബേർഡ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കാര്യമാണ്. അതെ. പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഈ ഒരു സംഭവം നമ്മൾ ഒരൊറ്റ ചാപ്റ്ററിലൂടെ പഠിച്ചിട്ടുണ്ടെങ്കിലും അത് പോരാ നമുക്ക് ഈ ഒരു എക്സാം അല്ലെ, നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ്. അതെ, അതിന് നമുക്ക് അത് പോരാ, ഡീറ്റെയിൽ ആയിട്ടുണ്ട്. നമ്മളെല്ലാത്തിനും ജസ്റ്റ് ചെറിയ ചെറിയ രീതികളിൽ ഓരോരോ ഫ്രീഡം മൂവ്മെന്റ്സ് നമ്മൾ മെൻഷൻ ചെയ്ത് പോയിട്ടേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് വെച്ച് നമുക്ക് എഴുതാൻ പറ്റില്ല, അതിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കും. അപ്പൊ അവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഇത്രയാണ് GKയിൽ എൻ്റെ മക്കൾ എല്ലാവരും നോട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ 2025-26 CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിൽ വരുന്നത്. ഓക്കെ, ഇത്രയും ദിവസം LSS എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പുതിയ പേര് വരുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇനി അതാണ്ട് ഞങ്ങളുടെ ഫ്ലോ ആയിക്കോളും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പേപ്പർ 1 ഏതൊക്കെ സബ്ജക്റ്റ് എങ്ങനെയൊക്കെയാണ് എക്സാം എന്നുള്ള കാര്യം നോക്കാം. ഇവിടെയും നിങ്ങൾക്ക് വലിയൊരു മാറ്റമാണുള്ളത്. ചില കുട്ടികൾക്ക് ഇത് കുറച്ചും കൂടി ഈസി ആയിരിക്കും, ചില ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുമായിട്ട് വരാറുണ്ട്. അതായത് ഈ ഇങ്ങനെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ചിലപ്പോൾ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ചില കുട്ടികൾക്ക് കുറച്ചും കൂടി അതായിരിക്കും ഈസി. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഓപ്ഷൻസ് വരുമ്പോൾ എന്താ പറയുക, ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒന്ന് ഇരുത്തി വായിച്ച് വേണം നമ്മൾ എന്താണ് പറഞ്ഞത് നോക്കണം. ചെറിയ അക്ഷരങ്ങൾക്ക് അങ്ങോട്ടും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പോയി, എല്ലാം പോകും. ഓക്കെ, അപ്പൊ നമുക്ക് പേപ്പർ 1 കാര്യം നോക്കിക്കഴിഞ്ഞാൽ 1ാം ഭാഷ, അതായത് നിങ്ങൾ മലയാളത്തിൽ നിങ്ങൾക്ക് 10 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക, 10 മാർക്ക്. അപ്പൊ എത്രയാണ് ഓരോ ചോദ്യത്തിന്
ഓരോ മാർക്കാണ്, അതായത് ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളാണ്, MCQ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഓപ്ഷൻ ഏതാന്നുള്ളത് അതിനൊരു ബുക്ക്ലെറ്റ് ഉണ്ടായിരിക്കും, അത് കറക്റ്റായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി. ഇനി അടുത്തതാണ് നമ്മുടെ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ എത്ര ചോദ്യങ്ങളാണ്? 10 ചോദ്യങ്ങളും 10 മാർക്ക്, ഓരോരോ മാർക്ക്. ഇനി സെയിം ബാക്കി ഗണിതം മാത്സ് ആയിക്കഴിഞ്ഞാലും പരിസര പഠനം EVS ആയിക്കഴിഞ്ഞാലും GK ആയിക്കഴിഞ്ഞാലും 10 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. 10 മാർക്ക് വെച്ച് ടോട്ടൽ പേപ്പർ 1-ൽ എത്ര മാർക്ക് ഉണ്ടായിരിക്കും? 50 മാർക്ക് അല്ലെ, 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന് 50 മാർക്കുമാണ് ഉണ്ടാവുക. ഏകദേശം ഒരു 40 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ സ്കോർ ചെയ്യാം. ഓക്കെ, ഏകദേശം 40. 2 മണിക്കൂറാണ് നമുക്ക് സമയമുള്ളത് കേട്ടോ. ആദ്യത്തെ ഫസ്റ്റ് ഇതായിരിക്കും നടക്കുക. അപ്പോൾ കറക്റ്റ് ആയിട്ട് ആ 2 മണിക്കൂറിനുള്ളിൽ നന്നായിട്ട് തന്നെ എഴുതാം. 50 ചോദ്യങ്ങളേ ഉള്ളൂ, പക്ഷേ 2 മണിക്കൂർ പോകുന്ന വഴി നിങ്ങൾക്ക് അറിയില്ല, കാരണം ഓരോ ചോദ്യങ്ങൾ വായിച്ചു നോക്കാൻ അത്രയും സമയം എടുക്കും. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കേണ്ടി വരും. ചെയ്ത് നോക്കിയിട്ട് വേണം ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പേപ്പർ 1-ൽ വന്നിട്ടുള്ള മാറ്റം. ഇനി പേപ്പർ 2-ൽ നിങ്ങൾക്ക് ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. മറ്റേത് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, ഇത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരിക്കും. അത് നിങ്ങൾക്ക് എഴുതാനുണ്ടാവും, വിവരിച്ചെഴുതാം. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണവും കുറവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ മലയാളത്തിൽ നിന്ന് ആകെ 2 ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ, പക്ഷെ 10 ആണ് മാർക്ക് വരുന്നത് അല്ലെ. 2 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ 1-ന് 5 അങ്ങനെ. അപ്പോൾ അത്രയും എഴുതാനുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് എഴുതിയാൽ പോരാ, കുറച്ച് വിവരിച്ച് തന്നെ എഴുതാനുണ്ടാവും. ഇപ്പൊ നമ്മുടെ ഡയറി എഴുതാന്, കത്ത് എഴുതാന്, ആസ്വാദനക്കുറിപ്പ് എഴുതാൻ, അങ്ങനെയുള്ള സാധനങ്ങളില്ലേ, അതായിരിക്കും നമ്മുടെ പേപ്പർ 2-ലൊക്കെ ഉണ്ടായത്. അതെ. ഇനി നിങ്ങൾ ഇംഗ്ലീഷിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അതിലാകെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, 5 മാർക്ക്. ഓക്കെ, ഇനി നമ്മൾ മാത്സ് നോക്കുകയാണെങ്കിൽ 2 പ്രോബ്ലംസേ തരുള്ളൂ, 10 മാർക്ക്, 1-ന് 5 വെച്ചിട്ടാണ് മാർക്ക് ഉണ്ടാവുക. പിന്നെ പരിസര പഠനത്തിൽ നിന്നാണെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റ്യനെ ചോദിക്കൂ, 5 മാർക്കിന്. അങ്ങനെ ടോട്ടൽ 6 ക്വസ്റ്റ്യനും 30 മാർക്കുമാണ് ഉണ്ടാവുക. 6 ചോദ്യങ്ങൾ 30 മാർക്ക്. അപ്പൊ ടോട്ടലായിട്ട് നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം നോക്കിയാൽ നേരത്തെ LSS എക്സാം പോലെ തന്നെയാണ്, 80 മാർക്കിന് തന്നെയാണ് ചോദ്യങ്ങളൊക്കെ വരുന്നത്. ബാക്കിയൊക്കെ സെയിം ആണ്, പക്ഷെ നമ്മുടെ പാറ്റേണിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് എല്ലാം മിക്സ്ഡ് ആയിരുന്നു അല്ലേ, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടായിരുന്നു, ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നു, 1 വേർഡ് ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ നമ്മുടെ പേപ്പർ 1 കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആക്കി. ദെൻ പേപ്പർ 2 നിങ്ങൾക്ക് എഴുതാനുള്ള രീതിയിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആക്കി. അതാണ് വന്നിട്ടുള്ള വലിയ അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു മോഡൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും ചോദിക്കാം. ഒരു ചോദ്യം ഉണ്ടായിരിക്കും, ഇതുപോലെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത് അതിന് നേരെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി LSS എക്സാം ഇനി ഇല്ല. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് മനസ്സിലാക്കി ഫുൾ സെറ്റ് ആയിട്ട് പഠിക്കുക. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് ഫുൾ ആയിട്ട് പഠിക്കണം അല്ലേ. ഇപ്പൊ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ആൻസർ ചെയ്യണമെങ്കിൽ എല്ലാ മുക്കും മൂല്യം പഠിക്കണം. ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ആലോചിച്ചിട്ട് അങ്ങോട്ട് എഴുതി നമുക്ക് ഫലിപ്പിക്കാൻ പറ്റും. ഇപ്പൊ ഡയറി എഴുതാനോ കത്ത് എഴുതാനൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് കുറേയൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒബ്ജക്റ്റീവ് ആകുമ്പോൾ അതിൽ ഒരൊറ്റ ആൻസർ, 50 ചോദ്യങ്ങളാണുള്ളത്. അപ്പൊ അതിൽ ആൻസർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയുന്നവർക്ക് മാത്രമേ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ടെൻഷനൊന്നും വേണ്ട. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എക്സാമിനർ ഫാമിലി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസും വീഡിയോസും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യുക. പിന്നെ നമ്മുടെ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ഓൾ തന്നെ കൊടുക്കണം കേട്ടോ. അപ്പൊ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ പറയും. യെസ്, അപ്പോൾ എല്ലാവരും ഉഷാറാക്കുക. നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഒപ്പം നമുക്ക് പിടിച്ച് നമുക്ക് ഈ ഒരു CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്.